ഞങ്ങളിന്ന് പളനിക്ക് പോവാണ്. ആര്യനും രാമുകൂടെ കൂട്ടി 14 പേരാണ് നമ്മൾ ഈ ട്രാവലറിലുള്ളത്. പിന്നെ വണ്ടി ഓടിക്കുന്ന ചേട്ടനും. അപ്പോൾ ഞങ്ങൾ കസിൻസും ഞങ്ങളെല്ലാവരും ഉണ്ട്. അതായത് പക്രുണ്ട്, ഞാനുണ്ട്, സുനീഷുണ്ട്, ഡുട്ടുണ്ട്, പിന്നെ നമ്മുടെ കണ്ണപ്പനുണ്ട്, ജയണ്ണനും ചന്ദ്രനുണ്ട്, കുട്ടുവിൻ്റെ അമ്മ സുനീഷ്, ഞാൻ, വാവാച്ചി, അമ്മ, പിന്നെ പ്രീജയും, രാമു, രാമനച്ഛൻ, ഇത്ര പേര്. ഇത് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അവിടെ നമ്മൾ കയറി തൊഴുതു. ആദ്യം ഇറങ്ങിയ ക്ഷേത്രം ഇതായിരുന്നു. അവിടെ തൊഴുതു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആ മഞ്ഞൾപ്പൊടിയിൽ ഇങ്ങനെ കുറേ തേനീച്ചകൾ വരുന്നുണ്ട്. റീസൺ എന്താണെന്നറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഭാവന അവിടെ ഉണ്ട്, സുനീഷിനെ കാണുന്നുണ്ട്, ഡുട്ടു ഉണ്ട്. സോ ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാവരും അവിടെ ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. പിന്നെ രാമുവിന് വേണ്ടുന്ന പ്രതിമകൾ, അതായത് വിഗ്രഹങ്ങളൊക്കെ എവിടെ കിട്ടും, സ്റ്റാച്യൂസ് എവിടെ കിട്ടുമെന്ന് നോക്കി നിൽക്കുന്നുണ്ട്. തുറക്കാണെന്ന് കാണിച്ചാൽ മതി. പ്രസാദം ഞങ്ങൾക്കറിയാം, ടേസ്റ്റ് ചെയ്യാം. ഇതിനകത്തത് കഴിക്കാവോ? പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒരു സൈഡിൽ നല്ല മലനിരകളൊക്കെ കാണുന്നുണ്ട്, മഞ്ഞ് കാണുന്നുണ്ട്, കോട കാണുന്നുണ്ട്. പിന്നെ ഈ TSSൻ്റെ കാര്യം പിന്നെ പറയാം. അപ്പോൾ നമ്മൾ നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അവിടെ കുറേ നേരം നിർത്തിയിട്ടു. നമ്മൾ അതിനിടയ്ക്ക് ഫുഡ് കഴിച്ചു. കുറേ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല. എടുത്ത വീഡിയോസ് കുറേയൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ നമ്മൾ നേരെ ചെന്നിട്ട് നമ്മുടെ കമ്പന്തേനി മുന്തിരിത്തോട്ടം. സോ ഇതൊക്കെയാണ് കുഞ്ഞൂട്ടൻ്റെ മുടിയുള്ള ഫോട്ടോസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആയിരിക്കട്ടെ. ഞങ്ങളിവിടെ ഇവിടെ കഴുകാൻ പറ്റില്ല, പെട്ടെന്ന്. സോ അങ്ങനെ ഞങ്ങളുടെ ആര്യൻ ഒരു മുട്ടക്കുട്ടിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ രാത്രി തന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. ഇത് രാവിലത്തെ ദൃശ്യങ്ങളാണ്. നമ്മൾ അവിടെ മൊബൈൽ അലൗഡ് അല്ലല്ലോ, സോ മൊബൈൽ എടുത്തില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നേരം വെളുത്തപ്പോഴത്തേനും പക്രുവും കണ്ണപ്പനും കൂടെ മറ്റേ ഹിഡുമ്പൻ ക്ഷേത്രമില്ലേ, അവിടെ കയറി തിരിച്ചു വരുന്ന വഴി ഞാൻ പറഞ്ഞില്ലേ, ആ മറ്റേ ടി എസ്റ്റേറ്റിൽ ഇറങ്ങി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. മുട്ടക്കുട്ടിയും എല്ലാവരും. അതിനിടയ്ക്ക് ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായി. പിന്നെ നാളെ തിരിച്ചു വരുമ്പോൾ കമ്പന്തേനി ഇറങ്ങി. അവിടെ നിന്ന് വീണ്ടും മുന്തിരിങ്ങയൊക്കെ വാങ്ങിച്ചു. കാരണം അവിടെ ചില കടകളിലൊക്കെ 50 റുപ്പീസ്, ചിലതിൽ 60 എഴുതിയിട്ടുണ്ട് kg. അപ്പോൾ അവിടെ നിന്ന് എടുത്തു.